الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിച്ചും നടപ്പിലാക്കിയും അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പാണ്. ഇന്ന സബബൽ ഹഖീഖി ലിവുജൂദിൽ ഇൻസാൻ ഹുവ തഖ്ലീഖുല്ലാഹി വ ഈജാദുഹു. എന്നാൽ അതിൻ്റെ പ്രത്യക്ഷമായ കാരണക്കാരായി വരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. സബബുല്ലാഹിരി ഹുവൽ അബവാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമറ ബിതഅലീമി സബബിൽ ഹഖീഖി സുമ്മ അത്ബഅഹു ബിൽ അംരി ബിതഅലീം അസ്സബബിൽ ലാഹിരി. ആദ്യമായി അല്ലാഹു മനുഷ്യരോട് കൽപ്പിക്കുന്നത് സൃഷ്ടാവായ അവൻ്റെ നാഥനെ മാത്രം ആരാധിക്കണമെന്നും അവന് എന്നിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കണമെന്നുമാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവൻ ആരെയും പങ്കു ചേർക്കാതിരിക്കുക. സൃഷ്ടാവായ നമ്മുടെ നാഥനോട് സൃഷ്ടികളായ അടിമകളായ നമുക്കുള്ള പ്രഥമവും പ്രധാനവുമായ ബാധ്യത അവനെ മാത്രം ആരാധിക്കുക, അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഉണ്ടാകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളെ അവരോട് പുണ്യവും നന്മയും ചെയ്യുന്നതിനെ രണ്ടാമത്തെ കാര്യമായി വിശുദ്ധ വേദഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞ് അള്ളാഹുവിൻ്റെ ചാരെ നിർത്തി അള്ളാഹു പറയുന്ന കാര്യം നമ്മുടെ മാതാപിതാക്കളുടെ കാര്യമാണ്. അതാണ് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു നീ അവനെ അല്ലാതെ ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കളോട് നീ പുണ്യം ചെയ്യണം, സുഹൃതം ചെയ്യണം എന്നുള്ളതുമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഇത്തരത്തിലായി തീർന്നിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ പോറ്റി വളർത്തലും അവരുടെ പരിചരണവും അവർ നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹവും അംഗീകാരവും നമുക്ക് അവർ നൽകിയിട്ടുള്ള സുരക്ഷിതത്വവും സുരക്ഷയുമൊക്കെ അതുകൊണ്ടൊക്കെയാണ്. മനുഷ്യർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയും. കാരണം മനുഷ്യരായ നമ്മൾ പിറന്നു വീഴുന്നത് കഴിവില്ലാത്തവരായി, അശക്തരായി, നിസ്സഹായരായിക്കൊണ്ടാണ്. മറ്റു ജീവികൾ അങ്ങനെയല്ല.
ഏത് ജീവിയും ജനിച്ച ഉടനെ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് പ്രകൃതിദത്തമായ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമുക്കാണെങ്കിലോ വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് ഈ പുതിയ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു. നമുക്ക് കുടിക്കാനുള്ള മുലപ്പാൽ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. നേരെ മറിച്ച് മറ്റ് ജീവികൾക്ക് അങ്ങനെയല്ല. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി നേരെ തള്ളയുടെ അകട്ടിലേക്ക് ഓടിപ്പോകും, ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മറ്റെല്ലാ ജീവികളും അങ്ങനെയാണ്. നമുക്ക് ആദ്യമായി കിട്ടേണ്ട നമ്മുടെ ആഹാരം പോലും എവിടെയാണെന്ന്, എങ്ങനെയാണത് കിട്ടുക, കുടിക്കുക എന്ന് പോലും നമുക്കറിയില്ല. ഉമ്മാൻ്റെ സഹായം, ഉമ്മാൻ്റെ ചേർത്തുവെക്കൽ, ഉമ്മയുടെ ലാളന, പരിചരണം, അങ്ങനെയാണ് നമ്മൾ ജനിച്ച 1-ാം തീയതി മുതൽ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ പരിചരണത്തിലും അവരുടെയൊക്കെ സംരക്ഷണത്തിലുമാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ച എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത നിർവഹിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് പ്രഥമമായി പ്രാധാന്യത്തോടുകൂടി നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ ഗൗരവപൂർവ്വം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്നു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, റസൂലേ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അസ്വലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് അനുഷ്ഠിക്കലാണ് എന്ന് പറയും. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, സുമ്മായും പിന്നീട് എന്താണ്? ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണെന്നാണ് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരം അതിനാണ് മുൻഗണന. രണ്ടാമത്തേത് നിന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണ്. സുമ്മ അയ്യുൻ, പിന്നീട് ഏതാണ് റസൂലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിക്കലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിർറുൽ വാലിദൈൻ എന്നുള്ളത് അൽ ബിർറു കലിമത്തുൻ ജാമിഅത്തുൻ ലികുല്ലി ഖൈർ എന്നാണ്. ബിർറ് എന്ന ഈ പദം ഭാഷയിൽ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. മനുഷ്യരായ നമ്മിൽ നിന്ന് ജീവിതത്തിൽ നന്മകളായി എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം ബിർറിൽ ഉൾപ്പെടുന്നുവെന്ന്. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുവോ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. ആദ്യമായി അവർക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. നമ്മുടെ വാക്കിൽ അതുണ്ടാകണം, പ്രവൃത്തിയിലുണ്ടാകണം, സമീപനത്തിലുണ്ടാകണം, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകണം. അവർക്ക് കിട്ടേണ്ട ഒരു അവകാശങ്ങളും ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അവർക്ക് ലഭിക്കേണ്ട എന്തൊക്കെ കടപ്പാടുകൾ നമ്മളിലുണ്ടോ അതൊന്നും തന്നെ വീഴ്ച വരുത്താതെ കൊടുക്കേണ്ടവരാണ് നമ്മളെന്ന്. കാരണം എന്താ? നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലേ? അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ, മറ്റൊരു റിവായത്തിൽ റിളർ റബ്ബ് ഫീ റിളൽ വാലിദൈൻ. അള്ളാഹു തൃപ്തി അടയണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളും തൃപ്തരായിരിക്കണം. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ റബ്ബിൻ്റെ തൃപ്തി നേടുന്നവനാകണം ഒരു മുസ്ലിം എന്നതാണ്. എന്നാൽ വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം എന്തിനാണെന്നോ? നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ കോപാകുലരാവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ചും കോപിഷ്ഠനാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടരികിൽ ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഫസ്തഅദനഹു ഫിൽ ജിഹാദ്, മൂന്നാമത്തെ കാര്യം ജിഹാദാണെന്ന് പറഞ്ഞല്ലോ.
ജിഹാദിന് അനുമതി ചോദിച്ചാണ് വന്നത്. ഫഖാൽ, അപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അഹയ്യുൻ വാലിദാക്ക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. റസൂലിന്റെ മറുപടി എന്താണെന്നോ, ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ എല്ലാ ജിഹാദും അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലായിരിക്കണം, നീ വേറെ ജിഹാദിനൊന്നും പോണ്ടാന്ന്. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ നിനക്കുണ്ട് എങ്കിൽ, നിനക്ക് മാതാപിതാക്കളായി ആരെങ്കിലും ഉണ്ട് എങ്കിൽ, നിന്റെ എല്ലാ ജിഹാദും ഇനി അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലായിരിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് എത്ര ഗൗരവപൂർവമാണ്, പ്രാധാന്യപൂർവമാണ് ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇങ്ങനെ ഹിജ്റ പോകാൻ വേണ്ടി, ഇതൊക്കെ പുണ്യകരമായ കാര്യങ്ങളാണ്, റസൂലിന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, ജാ റജുലുൻ ഇലാ റസൂലുള്ളാഹി ഫഖാല ജിഅ്തുക ഉബായിഉക അലൽ ഹിജ്റ, ഞാൻ ഹിജ്റ പോകാണ് നബി. ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണത്. വതറക്തു അബവയ്യ യബ്കിയാൻ, ഞാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരെ വീട്ടിൽ നിർത്തി നിങ്ങളുടെ അനുമതിക്ക് വേണ്ടി വന്നതാണ് ഞാൻ. റസൂൽ എന്ത് പറയുന്നു, ഫഖാല ഇർജി ഇലൈഹിമാ, അവരുടെ അരികിലേക്ക് നീ മടങ്ങിപ്പോകണം. ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെ രണ്ടുപേരെയും കരയിപ്പിച്ച പോലെ അവരെ നീ ചിരിപ്പിക്കുക പോയി. അവരുടെ കണ്ണീര് കണ്ട് നീ ജിഹാദിന് പോകേണ്ടതില്ല, നീ അവരുടെ അരികിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതേ ആവശ്യവുമായി വന്ന ഒരു സഹാബിയോട് പറയുന്നുണ്ട്, ഫൽസംഹ ഫഇന്നൽ ജന്ന ഇൻദ റിജ്ലിഹ, നീ അവരുടെ അരികിൽ കൂടി അവർക്ക് വേണ്ട കടമകൾ, അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൂടെ താമസിക്കൂ, അവരുടെ കാലിൻ്റെ അരികിലാണ് നിന്റെ സ്വർഗം കുടികൊള്ളുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ അള്ളാഹു തന്നെ അവൻ്റെ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ചേർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക, അവരോട് നന്മ ചെയ്യുക എന്നുള്ള കാര്യം. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ, നമ്മുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വരെ കാരണമാകുന്നത് നമ്മുടെ മാതാപിതാക്കളോട് നാം ചെയ്യുന്ന നന്മ മുഖേന അവരുടെ തൃപ്തിയിലൂടെയാണ് എന്ന് റസൂലുള്ളാഹി നമ്മെ ഉണർത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അദ്നബ്തു ദംബൻ കബീറ, ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തുകൊണ്ട് കൂട്ടിയിട്ടുണ്ട്, ഫഹല്ലി മിൻ തൗബ, എൻ്റെ ഈ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു അനുതാപം, ഒരു പശ്ചാത്താപമില്ലേ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞെന്തായിരുന്നു, ഫഖാല റസൂലുള്ളാഹ് അലക വാലിദാൻ, നിന്റെ മാതാപിതാക്കളുണ്ടോ നിനക്ക്? ഖാലല്ല, അവർ രണ്ടുപേരുമില്ല നബി. ഖാല ഫലക ഖാല, നിന്റെ മാതൃ സഹോദരിയുണ്ടോ നിനക്ക്? ആ, എൻ്റെ മാതൃ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫബറഹ ഇദൻ, അവരോട് നീ പുണ്യം ചെയ്യൂ, എന്നിട്ട് അള്ളാഹുവിലേക്ക് അനുദപിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങൂ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ ബർക്കത്തും അതേപോലെ തന്നെ ആയുർദൈർഘ്യത്തിന് വരെ കാരണമാകുമെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉപജീവനത്തിലുള്ള വർധനവും അതിൻ്റെ വിശാലതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സറഹു അൻ യമുദ്ദ ലഹു ഫീ ഉംരിഹി, ആരുടെയെങ്കിലും ആയുസ് അത് ദൈർഘ്യമുള്ളതായി തീരണമെന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആയുർദൈർഘ്യത്തിൽ വല്ലവനും സന്തോഷിക്കുന്നുവെങ്കിൽ, വയുസാദ ഫീ റിസ്ഖിഹി, തൻ്റെ ഉപജീവനത്തിൽ വർധനവും വിശാലതയും സുഭിക്ഷതയും വല്ലവനും കൊതിക്കുന്നുവെങ്കിൽ, ഫയബുർറ വാലിദൈ, തൻ്റെ മാതാപിതാക്കളോട് അവൻ പുണ്യം ചെയ്യട്ടെ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൽ യസ്ഇൽ റഹിമഹു, അവൻ കുടുംബബന്ധം സ്ഥാപിച്ചു കൊള്ളുകയും ചെയ്യട്ടെ എന്ന്. നോക്കൂ, ഇത്രമേൽ പുണ്യകരമായ ഒരു കാര്യമാണ്.
മാത്രവുമല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യമനിൽ ജീവിച്ച ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം മുസ്ലിം റഹിമഹുല്ലാ തൻ്റെ സഹീഹിൽ വിശദീകരിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. നബിയുടെ കാലത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഉവൈസ് ഇബ്നു ആമിർ. അതിന് യമനിലാണ് അദ്ദേഹം. യമനിൽ നിന്ന് മദീനയിലെത്തിയാലല്ലേ നബിയെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് വയോധികയായ മാതാവുണ്ടായിരുന്നു. ഇത്രയധികം ദൂരം യാത്ര ചെയ്യുമ്പോൾ ആ ഉമ്മയെ വിട്ട് ഇത്ര കൂടുതൽ ദിവസം അകന്ന് ജീവിക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. റസൂലിനെ കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മദീനത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ ആഗ്രഹം അദ്ദേഹം എങ്ങോട്ട് നീട്ടിവെച്ചുവെന്നോ, പരലോകത്തേക്ക്. എൻ്റെ ഉമ്മയോട് പുണ്യം ചെയ്തുകൊണ്ട്, ഉമ്മയെ സേവിച്ചുകൊണ്ട്, ഉമ്മയെ സംതൃപ്തയാക്കി, ഉമ്മയെ പ്രയാസപ്പെടുത്താതെ ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട് യമനിൽ തന്നെ ഒരു ദിവസവും വിട്ടുപോകാതെ കഴിഞ്ഞുകൂടി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ സ്വർഗം, മാതാപിതാക്കളെ പരിചരിക്കുന്നതിലൂടെ സ്വർഗം നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ വെച്ച് എനിക്ക് റസൂലിനെ കാണാം എന്ന് കൊതിച്ചുകൊണ്ട് അദ്ദേഹം പോകാതെ നിന്നു. ഇങ്ങനെയുള്ള ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിവരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. പ്രവാചകൻ ഒരു വസിയത്ത് എന്ന വണ്ണം ഉമർ റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ആ വസിയത്ത് എന്ന വണ്ണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, എന്നെ കാണാൻ കഴിയാതെ ഞാൻ മരിച്ചുപോയാൽ എനിക്ക് ശേഷം ഇനി മദീനയിലേക്ക് വരുന്ന ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ അരികിലേക്ക് വരും. മാ അംദാദി അഹ്ലി യമൻ, യമൻകാരുടെ ആ സംഘത്തിന്റെ കൂടെ ആയിരിക്കും അദ്ദേഹം വരിക. മിൻ മുറാദ് സുമ്മ മിൻ ഖർൻ, മുറാദ് എന്ന സ്ഥലത്ത് ഖർൻ ഗോത്രക്കാരനായ അദ്ദേഹം, ഗോത്രത്തിന്റെയും ആ പ്രദേശത്തിന്റെയും പേരടക്കം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാന ബിഹി ബറസുൻ, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. ഫബരിഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹം, പക്ഷേ അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് സുഖപ്പെട്ടു. മൗദിഉ ദിർഹം, ഒരു ദിർഹമിന്റെ അത്ര വട്ടത്തിൽ മാത്രം ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളമുണ്ടാകും. ലഹു വാലിദ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട്, ആ മാതാവിനോട് പുണ്യം ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ് അദ്ദേഹം. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിന്റെ പേരിൽ അദ്ദേഹം എന്ത് കാര്യം സത്യം ചെയ്ത് പറയുകയാണെങ്കിലും അത് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള പ്രകൃതക്കാരനും സ്വഭാവക്കാരനുമാണ് ഉവൈസ് ഇബ്നു ആമിർ. അതുകൊണ്ട് ഫൈനിസ്തതഅത്, ഉമർ താങ്കൾക്ക് കഴിയുമെങ്കിൽ അൻ യസ്തഗ്ഫിറ ലക ഫഫൽ, അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പാപമോചനം തേടി ദുആ ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടാൻ നിനക്ക് അവസരം കിട്ടിയാൽ നീ അങ്ങനെ ചെയ്യണം ഉമർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വസിയത്ത് നോക്കൂ നിങ്ങൾ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം യമനിൽ നിന്ന് ഒരു സംഘം മദീനയിലെത്തിയപ്പോൾ അവിടെ ചെന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അതെ ഉണ്ട് എന്ന് പറഞ്ഞു. ആരാണത്? അത് ഞാനാണ്. മുറാദിൽ നിന്നാണോ? അതെ. എന്നാൽ ഖർൻ ഗോത്രത്തിൽ നിന്നാണോ? അതെ. നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നോ? അതെ. അതിൽ ഒരു ദിർഹമിന്റെ അത്ര ഭാഗം ഒഴികെയുള്ളതെല്ലാം സുഖപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഉവൈസ് ഇബ്നു ആമിർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പുവരുത്തുകയും എന്നിട്ട് പ്രവാചകൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും നിങ്ങൾ എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഈ ഒരു വ്യക്തിയേക്കാൾ മറ്റു ഇസ്ലാമിലെ മറ്റെല്ലാ സ്ഥാനങ്ങളിലും ശ്രേഷ്ഠനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 വ്യക്തികളിൽ രണ്ടാമത്തായി റസൂലുള്ളാഹി എണ്ണിയ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അങ്ങനെ പ്രവാചകൻ പറഞ്ഞ സ്വർഗം
ഉണ്ടെന്ന് ഉറപ്പായി ജീവിതകാലത്ത് തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ പ്രവാചകന്റെ ഈ വസിയത്ത് കേട്ടുകൊണ്ട് അദ്ദേഹം ഉവൈസ് ബിൻ ആമിർ മദീനയിലെത്തിയാൽ അദ്ദേഹത്തെ കൊണ്ട് എനിക്കൊന്ന് ദുആരിപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. ആ ഹദീസ് സുദീർഘമാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഉമർ ചോദിക്കുന്നുണ്ട്, മദീനയിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇനി കൂഫയിലേക്കാണ് പോകുന്നത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ അക്തുബു ലക ഇലാ ആമിലിഹാ, അവിടെയുള്ള കൂഫയിലെ ഗവർണർക്ക് നിങ്ങൾക്ക് ഞാനൊരു എഴുത്ത് തരട്ടെ, നിങ്ങൾ അവിടെ സ്വീകരിക്കാൻ, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ. ഉമറിന്റെ കത്ത് അങ്ങോട്ട് കൂഫയിലെ ഗവർണർക്ക് കൊടുത്തുവിടട്ടെ എന്ന് ഉവൈസ് ബിൻ ആമിറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഞാൻ ജനങ്ങളിൽ ആരും അറിയാത്തവനായി ഇങ്ങനെ ജീവിച്ചു കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ കത്തും കൊണ്ടുപോയാൽ എന്നെ അവർ വല്ലാതെ സ്വീകരിച്ചു കളയും, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിലൂടെ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്നാണ്, ഇങ്ങനെ ഒരു ഉമ്മയെ എല്ലാവിധ പരിചരണവും പരിരക്ഷയും എല്ലാവിധ സ്നേഹവായ്പകളും നൽകി സംരക്ഷിച്ച ഒരു മകൻ, അത്തരം വ്യക്തികൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വരെ ഉത്തരം കിട്ടും. അതുകൊണ്ട് അത്തരക്കാരോട് നിങ്ങൾ ദ്വാരിപ്പിക്കണമെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളോട് വരെ പറയുന്നതെന്ന് വരികിൽ ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ മഹത്വവും എത്രമേലുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കളോട് ഒരിക്കലും നമ്മൾ അപമര്യാദയായി പെരുമാറുകയോ അതേപോലെ തന്നെ അവിടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം പോലും നടത്തരുതെന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. സഹോദരങ്ങളെ, ആ ഉന്നത്ര അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോട് അവരെ ഉപദ്രവിക്കുന്നതും അവരോട് പ്രയാസകരമായ നിലയിൽ എന്തെങ്കിലും പറയുന്നതും ചെയ്യുന്നതുമൊക്കെ മഹാപാതകമായിക്കൊണ്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, പ്രവാചകൻ പറയുന്നു, അലാ മുനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ പാതകം, മഹാപാപം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. സലാസൻ, 3 തവണ ആവർത്തിച്ചുകൊണ്ടാണ് റസൂൽ ഇത് പറയുന്നത്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലും. റസൂൽ പറയുന്നു, അൽ-ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നിങ്ങൾ ദ്രോഹം ചെയ്യുക എന്നുള്ളതാണ് എന്ന്. ബിർറ് എല്ലാ നന്മയെയും ഉൾക്കൊള്ളുന്ന പദമാണെങ്കിൽ ഉഖൂഖ് എന്നുള്ളത് കലിമത്തുൻ ജാമിഅത്തുൻ ലികുല്ലി ശർ, എന്തൊക്കെ തിന്മയുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന പദമാണ് ഉഖൂഖ് എന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് അവർക്ക് പ്രയാസകരമായ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. പ്രവാചകന്റെ നിർദ്ദേശം അതാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാലൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ടതാണ് അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ, വഖൂഖുൽ വാലിദൈൻ, അതേപോലെ തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, വഖത്ലുൻ നഫ്സ്, മനുഷ്യരെ അന്യായമായി വധിച്ചു കളയൽ, വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം ചെയ്യൽ. ഇത് വലിയ പാതകമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ
നമ്മുടെ ഇടപഴകലുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ ശരീരഭാഷയിൽ പോലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, നോവിക്കുന്ന ഒന്നും ഇല്ലാതിരിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് എന്നതാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നിങ്ങളുടെ മാതാപിതാക്കൾ അവർ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ നിന്റെ അരികിൽ പ്രായാധിക്യത്താൽ അവശരായി നിന്റെ അരികിൽ ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അനാദരവിന്റെ ഒരു വാക്ക് പോലും മനുഷ്യ നീ ഉരിയാടരുത് എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ഉഫ് എന്ന് പറഞ്ഞാൽ അനാദരവ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നീ ഉരിയാടാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് നീ കയർക്കാൻ പാടില്ല, കയർത്ത് സംസാരിക്കരുത്. പിന്നെയോ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ആദരപൂർവം മാന്യമായ വാക്കാണ് നീ അവരോട് പറയേണ്ടതെന്ന്. സംസാരത്തിന്റെ വിശേഷണം ഖുർആൻ പറയുന്നത് ഖൗലുൻ കരീം എന്നത് മാതാപിതാക്കളോടുള്ള സംസാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം വിശേഷണമായി പ്രയോഗിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മുടെ സംസാരത്തിൽ വരെ എത്ര സൂക്ഷിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഈ ആയത്ത് അവതീർണമായതിനു ശേഷം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചരണത്തിലും തർബിയത്തിലും വളർന്ന അവർ വളരെ ശബ്ദം താഴ്ത്തി മാത്രമേ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നുവെന്നാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, നീ അവർക്ക് കാരുണ്യത്തിൽ നിന്നുമുള്ള വിനയത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം മനുഷ്യ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും വേണം. ഞങ്ങൾ ചെറുതായപ്പോൾ ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങൾക്ക് കാരുണ്യവും സ്നേഹവും വാത്സല്യവും എല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വളർത്തിയ അതുപോലെ റബ്ബേ നീ അവർക്ക് കരുണ ചൊരിയണമേ എന്ന് നിന്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ ബാധ്യതയും കടമയും കൃത്യമായി നമ്മൾ നിറവേറ്റുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമിനായ നാഥ, കരുണാമയനേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളും പാളിച്ചകളും പോരായ്മകളും ഞങ്ങളോട് നീ പൊറുക്കേണമേ. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. SIR എന്യൂമറേഷൻ ഫോമുകളൊക്കെ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. വിവിധ കാരണങ്ങൾ കൊണ്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരിച്ചവരുണ്ടതിൽ, സ്ഥലം മാറിയവരുണ്ട്, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പേരുള്ളവരുണ്ട്, കണ്ടെത്താൻ കഴിയാത്ത വ്യക്തികളുണ്ട്. 25 ലക്ഷത്തോളം വോട്ടർമാർ ഇങ്ങനെയുള്ളവരിലുണ്ട്. ഈ 23-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള ആളുകളിൽ ഇനി പേര് ചേർക്കപ്പെടേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള സഹായങ്ങൾ വിവിധ സംഘടനകളുടെ ഹെൽപ്പ് ഡെസ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിനുവേണ്ടി സജ്ജീകരിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യപൂർവം ഗൗരവപൂർവം ഈ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അതിൽ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.